ഹിറ്റ് 96.7 FM സ്പെഷ്യൽ ന്യൂസുമായി ഷാബു. ലിൻഡ ഹണ്ട് എഴുതിയ നോവലുകളിലൊന്നാണ് ഫിഷ് ഇൻ എ ട്രീ. ആലിയ എന്ന 6ാം ക്ലാസ്സുകാരിയാണ് നോവലിലെ പ്രധാന കഥാപാത്രം. ആലിയയ്ക്ക് ഡിസ്ലെക്സിയയുടെ പ്രശ്നമുണ്ട്. എന്നുവച്ചാൽ ഒരുതരം പഠന വൈകല്യം. എഴുത്ത്, വായന, ഗണിതം എന്നിവയുമായുണ്ടാകുന്ന പ്രശ്നമാണല്ലോ പൊതുവെ പഠന വൈകല്യം എന്ന് പറയുന്നത്. ആലിയയ്ക്ക് വാക്കുകളിലെ അക്ഷരങ്ങൾ തിരിച്ചറിയാൻ, വാക്കുകൾ ഉച്ചരിക്കാൻ, അവയുടെ അർത്ഥം മനസ്സിലാക്കിയെടുക്കാൻ ഒക്കെ ബുദ്ധിമുട്ടായിരുന്നു. സാധാരണ ചില അധ്യാപകർ പറയാറുണ്ട്, കുട്ടിക്ക് ബുദ്ധിയൊക്കെയുണ്ട്, പക്ഷെ പഠിച്ചത് പറഞ്ഞ് ഫലിപ്പിക്കാനും അതുപോലെ പേപ്പറിൽ എഴുതാനും പിറകോട്ടാണ് എന്ന്. അത്തരത്തിലൊരു പ്രശ്നമായിരുന്നു ആലിയയ്ക്ക്. എന്നാൽ ആലിയയുടെ ഈ ബുദ്ധിമുട്ട് തിരിച്ചറിഞ്ഞ് ഡാനിയൽസ് എന്ന അധ്യാപകൻ അവളെ അവളുടെ സ്ട്രെങ്ത് മനസ്സിലാക്കി കൊടുക്കുന്നതും അവളുടെ വളർച്ചയിൽ നിർണായക ശക്തിയാകുന്നതുമാണ് നോവൽ. നോവലിന്റെ പേര് സൂചിപ്പിക്കുന്നതുപോലെ ധാരാളം കുട്ടികൾ ഫിഷ് ഇൻ എ ട്രീ എന്നതുപോലെ പലയിടങ്ങളിലും ബുദ്ധിമുട്ടുന്നുണ്ട്. മത്സ്യം വെള്ളത്തിൽ കിടക്കേണ്ടതാണല്ലോ, അത് മരത്തിൽ കയറിയിട്ട് കാര്യമില്ല എന്നു മാത്രമല്ല, അതിന് ജീവിതവുമില്ല. അവരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കുകയും അതൊരു ലിമിറ്റേഷൻ ആണെന്ന് തിരിച്ചറിഞ്ഞ് അവരുടെ സ്ട്രെങ്ത് കണ്ടെത്തുകയുമാണ് പ്രധാനം. അതിനവർക്ക് സപ്പോർട്ട് വേണം, പ്രോത്സാഹനവും. പഠിച്ചതൊന്നും ഓർമ്മയിൽ നിൽക്കുന്നില്ല എന്നതാണ് പല കുട്ടികളുടെയും പ്രധാന പ്രശ്നം. പരീക്ഷാപ്പേടി അകറ്റാം എന്ന ഈ പരമ്പരയിൽ ഓർമ്മശക്തിയുമായി ബന്ധപ്പെട്ടാണ് ഡോക്ടർ അരുൺ ബി നായർ ഇന്ന് പറയുന്നത്. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ആളുകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നതും ഈ ടോപ്പിക്കായിരിക്കും. എല്ലാം പഠിച്ചതാണ്, പക്ഷേ ചോദ്യപേപ്പർ കിട്ടുമ്പോൾ പഠിച്ചതൊക്കെ മറന്നുപോകുന്നു എന്ന് പരാതി പറയുന്നവർ സ്വയം ആലോചിക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് പഠിച്ചത് എന്ന്, പഠിച്ചത് മനസ്സിൽ ഉറച്ചിരുന്നു എന്ന്. നോക്കൂ, ഫോണിന്റെ മെമ്മറി പോലെ ലിമിറ്റഡ് മെമ്മറി ഒന്നുമല്ല നമ്മുടെ തലച്ചോറിന്. അതിലേക്ക് നമ്മൾ കാണുന്നതും കേൾക്കുന്നതും മണക്കുന്നതും രുചിക്കുന്നതും വായിക്കുന്നതുമൊക്കെ റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്. എന്നാൽ അത് വേണ്ട സമയത്ത് ഓർത്തെടുക്കാൻ കഴിയുന്നില്ല എന്നതാണ് നമ്മുടെയൊക്കെ പ്രശ്നം. അതിന് ഓർമ്മയുമായി ബന്ധമില്ല, അല്ലെങ്കിൽ ഓർമ്മശക്തി ഇല്ല എന്ന് അർത്ഥമില്ല, മറിച്ച് വ്യക്തതയില്ല എന്നാണ്. ചെയ്യാത്ത കുറ്റത്തിന് നമ്മളെ ശിക്ഷിച്ച അധ്യാപകനെ നമ്മൾ ഓർത്തുവയ്ക്കുന്നില്ലേ? അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള നിമിഷങ്ങളോ തീയതികളോ ഓർത്തുവയ്ക്കുന്നില്ലേ? അത്രയ്ക്ക് വ്യക്തമായി അത് നമ്മൾ രേഖപ്പെടുത്തി വച്ചു എന്നാണ് അർത്ഥം. അപ്പോൾ പിന്നെ പഠിക്കുന്ന സമയത്ത് എങ്ങനെയാണ് വ്യക്തമായി രേഖപ്പെടുത്തി വയ്ക്കേണ്ടത്? ഡോക്ടർ അരുൺ ബി നായർ പറയുന്നു. 3 തരത്തിലുള്ള ഓർമ്മകളാണ് വിദ്യാർത്ഥികളിൽ ഉണ്ടാകാറുള്ളത്. ആദ്യത്തേത് ദൃശ്യസ്മൃതി അഥവാ വിഷ്വൽ മെമ്മറി. പാഠ്യവിഷയങ്ങളെ ദൃശ്യങ്ങളുടെ രൂപത്തിൽ ഓർത്തിരിക്കുന്ന രീതിയാണ് 80% കുട്ടികളിൽ കണ്ടുവരുന്നത്. രണ്ടാമത്തേത് ശ്രവ്യസ്മൃതി അഥവാ വെർബൽ മെമ്മറി. വാക്കുകളുടെയോ ശബ്ദത്തിന്റെയോ രൂപത്തിൽ പാഠ്യവിഷയങ്ങളെ ഓർത്തിരിക്കുന്ന ശീലം ഒരു 15% കുട്ടികളിൽ പ്രകടമായി കണ്ടുവരുന്നു. ചലനസ്മൃതി അഥവാ കൈനേസ്തെറ്റിക് മെമ്മറിയാണ് മൂന്നാമത്തേത്. 5% കുട്ടികളിൽ ഇതാണ് ഏറ്റവും പ്രകടമായി കണ്ടുവരുന്ന കാര്യം. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ഏറ്റവും പ്രകടമായിട്ടുള്ള ഓർമ്മശക്തി ഏതാണെന്ന് നമുക്ക് തന്നെ സ്വയം വിലയിരുത്താം. പാഠ്യവിഷയങ്ങളെല്ലാം ദൃശ്യങ്ങളുടെ രൂപത്തിൽ ഓർത്തിരിക്കാനാണ് നമുക്ക് സൗകര്യമെങ്കിൽ നമുക്ക് ദൃശ്യസ്മൃതി തന്നെയാണ് ഏറ്റവും പ്രകടം എന്ന് കരുതാം. അത്തരം കുട്ടികൾക്ക് വേണ്ടി ദൃശ്യസ്മൃതി മെച്ചപ്പെടുത്താനുള്ള ചില ലളിതമായ മാർഗങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മൈൻഡ് മാപ്പിംഗ് അഥവാ മനോഭൂപട നിർമ്മാണം. പഠിക്കുന്ന വിഷയങ്ങൾ പഠിക്കുന്ന സമയത്ത് വലതുവശത്ത് A4 സൈസിലുള്ള കടലാസുകൾ എടുത്തു വയ്ക്കാം. ആ കടലാസുകളുടെ നടുക്ക് നീലമഷിയിൽ പഠിക്കുന്ന വിഷയത്തിന്റെ തലക്കെട്ട് എഴുതാം. എന്നിട്ട് അതിന് ചുറ്റും ഒരു വൃത്തം വരയ്ക്കാം. ആ വൃത്തത്തിന്റെ മുകളിലേക്ക് 4 വരകളും താഴേക്ക് 4 വരകളും. ആ വിഷയവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട 8 പോയിന്റുകൾ ഓരോന്നായി ഓരോ വരയുടെയും സൈഡിൽ ഓരോ പോയിന്റ് വീതം എഴുതാം. അതിന് വ്യത്യസ്ത നിറങ്ങളിലുള്ള മഷികൾ ഉപയോഗിക്കാം. പച്ച, മഞ്ഞ, ഓറഞ്ച്, ബ്രൗൺ, ഇങ്ങനെ പല നിറത്തിലുള്ള മഷികൾ ഉപയോഗിച്ച് പ്രധാനപ്പെട്ട പോയിന്റുകൾ, സംഖ്യകൾ, സമവാക്യങ്ങൾ, സൂത്രവാക്യങ്ങൾ, ചിത്രങ്ങൾ, ഇതൊക്കെ ഈ ഓരോ വരയുടെയും സൈഡിൽ രേഖപ്പെടുത്തി വെക്കാം. ഇങ്ങനെ ചെയ്താലുള്ള ഗുണം, പരീക്ഷ എടുക്കുന്ന സമയത്ത് ആവർത്തന പഠനത്തിന്, റിവിഷന് വളരെയധികം ഇത് സൗകര്യപ്രദമാകും. സാധാരണഗതിയിൽ നോട്ടുകളോ പാഠപുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്ന ടെക്സ്റ്റ് മെറ്റീരിയലോ വായിക്കുന്നതിന്റെ 10 ഇരട്ടി വേഗതയിൽ ഈ മനോഭൂപടങ്ങളെ നമുക്ക് റിവൈസ് ചെയ്യാനായിട്ട് സാധിക്കും. പരീക്ഷയുടെ തലേ ദിവസം ഈ മനോഭൂപടങ്ങൾ, മൈൻഡ് മാപ്പുകൾ മാത്രം റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ പരമാവധി പാഠഭാഗങ്ങൾ പരീക്ഷാ ദിവസത്തിന്റെ തലേന്ന് തന്നെ കടന്നുപോകാൻ നമുക്ക് സാധിക്കും. ശ്രവ്യസ്മൃതി കൂടുതലുള്ള ആളുകൾക്ക് സഹകരിച്ചുള്ള പഠനം അഥവാ കമ്പൈൻഡ് സ്റ്റഡി
വളരെയധികം ഗുണം ചെയ്യും. ഏതെങ്കിലും ഒരു പാഠ്യവിഷയം നാം പഠിച്ച ശേഷം ഒരു സുഹൃത്തിനെ പഠിപ്പിച്ചു കൊടുക്കുന്നു, സുഹൃത്ത് പഠിച്ച ഒരു പാഠ്യവിഷയം നമ്മളെ പഠിപ്പിച്ചു തരുന്നു. ഈ രീതിയിൽ മുന്നോട്ട് പോകുന്നത് വളരെയധികം ഗുണം ചെയ്യും. പ്രയാസമുള്ള പാഠഭാഗങ്ങൾ അഥവാ ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടുള്ള പാഠഭാഗങ്ങൾ സ്വന്തം ശബ്ദത്തിൽ ഉറക്കെ വായിച്ച് മൊബൈലിൽ റെക്കോർഡ് ചെയ്ത് വെക്കാം. ഈ റെക്കോർഡ് ചെയ്ത് വെക്കുന്ന ആ ഭാഗങ്ങൾ പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് മടുപ്പ് അനുഭവപ്പെടുമ്പോൾ ഇയർഫോൺ ചെവിയിൽ വെച്ച് കേട്ടുകൊണ്ടിരിക്കാം. അപ്പോൾ പുതിയ പാഠഭാഗങ്ങൾ പഠിക്കാൻ മനോഭാവം തോന്നാത്ത ദിവസങ്ങളിൽ പോലും പഠനം സുഗമമായി നിർവഹിക്കാൻ നമുക്ക് സാധിക്കുന്നു. ഇത് പഠിച്ച് പരീക്ഷ എഴുതുന്നവർക്ക് മാത്രമല്ല, ഏതൊരാൾക്കും ശീലിക്കാവുന്നതാണ്. ഓർമ്മ നിലനിൽക്കണമെങ്കിൽ എന്തു ചെയ്യുമ്പോഴും വ്യക്തത വേണം. സ്ഫുടതയോടും ശ്രദ്ധയോടും ചെയ്യണം. നോക്കൂ, ഒരു വിജയവും അറിയാതെ സംഭവിക്കുന്നതല്ല, കിടന്നുറങ്ങി നേടുന്നതുമല്ല, പടവെട്ടി നേടുന്നതാണ്. ആത്മവിശ്വാസത്തോടെ പടവെട്ടണമെങ്കിൽ അലസത മാറ്റണം, അശ്രദ്ധ ഒഴിവാക്കണം, തോൽക്കുമോ എന്ന ഭയത്തെ തൂത്തെറിയണം.